അപ്പം നമ്മൾ പറയുന്നത് നമ്മുടെ ജാതകത്തിലെ ഭാഗ്യം ഭാഗ്യദോഷമോ എന്തെങ്കിലും ആവട്ടെ, നമ്മൾ അതിനെയൊക്കെ അതിജീവിക്കാൻ നോക്കണം. അതെങ്ങനെയാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒരു പോസിറ്റീവ് എനർജി ആ ആളിൽ നമ്മൾ സൃഷ്ടിക്കണം. പിന്നെ അമാവാസി ദിവസങ്ങളിൽ നമുക്ക് പണയപ്പാട് എടുപ്പിക്കാനും കടം വന്നത് മാറ്റാനായിട്ടൊരു മാർഗമുണ്ട്. അമാവാസി ദിവസങ്ങളിൽ പകൽ സമയത്ത് മഞ്ഞപ്പട്ടിൽ ഒരു പിടി കല്ലുപ്പ് വെച്ച് അതിനകത്ത് ഒരു കഷ്ണം വയമ്പ്, ഒരു കഷ്ണം മഞ്ഞൾ, ഒരു കോയിൻ വയ്ക്കുക. സ്വർണം വയ്ക്കാന്നുണ്ടെങ്കിൽ ഒരു പേപ്പറിൽ സ്വർണം എന്നെഴുതി, കറുപ്പ് വശം ഉപയോഗിക്കരുത്, പച്ചയോ നീരോ ഉപയോഗിക്കാം, എഴുതി വെച്ചിട്ട് അതിനെ കിഴികെട്ടി ഭഗവാനോട് പ്രാർത്ഥിച്ച് കുബേരനോട് പ്രാർത്ഥിച്ച് എൻ്റെ ബാധ്യത എനിക്ക് ധനം തരണം എന്ന് പ്രാർത്ഥിച്ച് മുൻവശത്ത് കെട്ടിയിടുക. അപ്പോൾ ചൊവ്വാഴ്ചകൾ കടം വീട്ടുമ്പോൾ നമുക്കത് ഈ ചൊവ്വ എന്ന് പറഞ്ഞാൽ സുബ്രഹ്മണ്യനും അതുപോലെ ഭൂമികാരകനുമാണ്, അങ്കാരകൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ആ അങ്കാരകൻ പ്രസാദിച്ചാൽ നമ്മുടെ കടബാധ്യത തീരും. ഇപ്പോൾ വീട് വയ്ക്കാൻ ആഗ്രഹമുണ്ട്, വീട് വയ്ക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അയ്യോ പറ്റൂല എന്ന് വിചാരിക്കരുത്, പറ്റണം. നമുക്ക് വലിയ വീട് അല്ലെങ്കിൽ ചെറിയ വീട്, നമുക്ക് എല്ലാവർക്കും വേണ്ടുന്ന ബേസിക് നീഡ്സാണ് ഒരു വീട്, ഭക്ഷണം, വസ്ത്രം. ഇത് മൂന്ന് നമുക്ക് അത്യാവശ്യമാണ്. സാധാരണ നോക്കാൻ വരുന്നവർ പറയുന്നതാണ്, അല്ലെങ്കിൽ ഫോൺ വിളിക്കുന്നവർ പറയും, ഓൺലൈൻ കൺസൾട്ടേഷൻ ഉണ്ടല്ലോ, ഞാൻ ആകെ ദുഃഖിതയാണ്, ഒന്നുമില്ലേ അയ്യോ 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ പറച്ചിലിൻ്റെ നെഗറ്റീവാണ് അല്ലേ. അപ്പം ഞാൻ പറയും, നിങ്ങൾക്ക് എന്താവും ഇല്ലാത്തത്, എന്താ ഉള്ളത്? ജാതകം അങ്ങനെയാണ്, ഏതോ ദൈവേനി പറഞ്ഞു, മറ്റൊരു പറഞ്ഞു എൻ്റെ ജാതകത്തിൽ ഭാഗ്യമില്ല. ഭാഗ്യമെന്ന് പറയുന്നത് ജാതകത്തിലുള്ളതൊന്നുമല്ല. ജാതകത്തിൽ എന്തുകൊണ്ടാവട്ടെ, ഈ ജാതകത്തിൽ ഇങ്ങനെ വരാൻ കാരണം എന്താ? നമുക്കൊരു കുഞ്ഞുണ്ടാവുന്ന സമയത്ത് നമ്മളെപ്പോഴും കപ്പിൾസ്, ഹസ്ബൻഡ് ആൻഡ് വൈഫ് അല്ലെങ്കിൽ ഭാര്യാഭർത്താക്കന്മാർ വളരെ സന്തോഷമായിരിക്കും മാത്രമേ കുഞ്ഞുണ്ടാവാവൂ, അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. ആ കുഞ്ഞുണ്ടാവുന്ന സമയത്ത് മാതാപിതാക്കളുടെ മാനസികാവസ്ഥ എന്താണോ അതനുസരിച്ചാണ് കുഞ്ഞിൻ്റെ തലയിലെടുത്താകുന്നത്, അത് ഉറപ്പാണത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ വളരെ സന്തോഷത്തോടും സമാധാനത്തോടെ ഇരുന്നാൽ മാത്രമേ നല്ലൊരു കുഞ്ഞുണ്ടാവുള്ളൂ. അപ്പോൾ തന്നെ കുഞ്ഞിൻ്റെ ജാതകം എഴുതി കഴിഞ്ഞു. അപ്പം ഞാൻ ജനിച്ച ശേഷം എനിക്കറിയുന്ന ഒരാളുണ്ട്, നല്ല അറിവുള്ള ഒരു നല്ലൊരു ആളായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകൾക്ക് ഇതുപോലെ ജാതകത്തിൽ പ്രശ്നമുണ്ട്. അമ്മ അത്ര വിശ്വാസിയായിരിക്കും, എനിക്കറിയില്ല എന്താണ്. അപ്പോൾ ആ കുട്ടിയുടെ ജാതകത്തിൽ പ്രശ്നമുണ്ട്, 21 വയസ്സിൽ ആയുസുള്ളൂ, പഠിക്കില്ല, അങ്ങനെയൊക്കെ പറഞ്ഞു. ആ അച്ഛൻ തളർന്നില്ല, അച്ഛൻ നല്ല പോസിറ്റീവായിരുന്നു. അദ്ദേഹം എന്ത് ചെയ്തു, ഈ കുട്ടിക്ക് എന്തോ മന്ത്രം പറഞ്ഞു കൊടുത്തു. പക്ഷെ എന്തായാലും ആ കുട്ടി ഇന്ന് പ്രശസ്തയായ ഒരാളായി, അറിയപ്പെടുന്ന ഒരാളായി. അപ്പം നമ്മൾ പറയുന്നത് നമ്മുടെ ജാതകത്തിലെ ഭാഗ്യം ഭാഗ്യദോഷമോ എന്തെങ്കിലും ആവട്ടെ, നമ്മൾ അതിനെയൊക്കെ അതിജീവിക്കാൻ നോക്കണം. അതെങ്ങനെയാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒരു പോസിറ്റീവ് എനർജി ആ ആളിൽ നമ്മൾ സൃഷ്ടിക്കണം. ഇപ്പോൾ ഒരു കുട്ടി പഠിക്കില്ല, നമുക്കറിയാം ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ കഥ അറിയാം. അദ്ദേഹം പഠിക്കാൻ മോശമായിരുന്നു, സ്കൂളിൽ നിന്ന് പഠിപ്പിക്കില്ല എന്ന് പറഞ്ഞു. അമ്മ എന്താ പറഞ്ഞു കൊടുത്തത്? അമ്മ പറഞ്ഞു കൊടുത്തു, കുട്ടിക്ക് മിടുക്കലായതുകൊണ്ട് എനിക്ക് നിന്നെ കാണ്ടകാരൻ കൊണ്ടുവന്നാണ് പറഞ്ഞത് വീട്ടിൽ എന്ന് പറഞ്ഞ മാതിരി ഒരമ്മയാണ് ഒരു കുഞ്ഞിൻ്റെ വളർച്ചയിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നത്. ആദ്യത്തെ ഗുരുവാണ് അമ്മ. കുഞ്ഞിനെ നമ്മൾ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ തന്നെ നല്ല നല്ല ചിന്തകൾ വരികയും, ഉദാഹരണമാണ് പ്രഹ്ലാദൻ. നമുക്കറിയാം രാക്ഷസൻ്റെ മകനായിരുന്നു പ്രഹ്ലാദൻ, പക്ഷേ നാരായണ ഭക്തനായി. നമ്മളെപ്പോഴും നല്ല കാര്യങ്ങൾ പറയുക, നമ്മൾ വയറു തൊട്ട് നല്ല കാര്യങ്ങൾ പറയുക, കുഞ്ഞിനോട് നല്ലത് സംസാരിക്കുക. കുഞ്ഞിനോട് സംസാരിക്കണം, നമ്മൾ ഈ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനോട് നമ്മൾ സംസാരിക്കണം. അങ്ങനെ ആയി വരുമ്പോൾ ആ ജനിക്കുന്ന കുഞ്ഞ് രാജ്യത്തിനും കുടുംബത്തിനും ഒരു ഐശ്വര്യമായിട്ട് വരും. അപ്പം ഇത് ഒരമ്മയുടെ കർത്തവ്യമാണ്. അമ്മയ്ക്ക് മാത്രമല്ല എല്ലാവർക്കും ചെയ്യാം, പക്ഷേ വയറ്റിലുള്ള കുഞ്ഞിനെ അമ്മയ്ക്കല്ലേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ വളരെ ചിട്ടയോടുകൂടി ഈ ഗർഭിണിയായിരുന്ന സമയത്തും നമ്മൾ ഒരിക്കലും ലേറ്റായിട്ട് എണീക്കരുത്, രാവിലെ തന്നെ എണീക്കണം. രാവിലെ എണീറ്റ് കുളിക്കാൻ വേണ്ടി കുളിക്കുക, അല്ലെങ്കിൽ ഡ്രസ്സൊക്കെ മാറി കൈയും കാലും മുഖവും കഴുകി പ്രാർത്ഥിക്കുക, നാരായണ ജപിക്കുക. അതൊന്നും വലിയ ബുദ്ധിമുട്ടില്ലാത്ത കാര്യമാണ്. അങ്ങനെ നമ്മൾ ജപിച്ചു വരുമ്പോൾ ആ ഉണ്ടാവുന്ന കുഞ്ഞുങ്ങൾ നല്ലതായിരിക്കും. പക്ഷെ ആ കാലത്തൊന്നും നമുക്കൊന്നും അറിവില്ല. പക്ഷെ ഇപ്പോൾ ഈ ഉണ്ടാവുന്ന ജനറേഷനോട് എനിക്കുള്ള ഒരു പ്രാർത്ഥനയാണ്, നിങ്ങളെപ്പോഴും പ്രാർത്ഥനയോടുകൂടി സന്താനഗോപാല മന്ത്രം ജപിക്കുക, നാരായണ നാമം ജപിക്കുക. അങ്ങനെ വരുമ്പോൾ ആ കുഞ്ഞിൻ്റെ ജാതകം കാണുമ്പോൾ അറിയാൻ പറ്റും കുഞ്ഞെങ്ങനെയാണ്. ഇനി ജാതകം എന്തോ ആയിക്കോട്ടെ, ഭാഗ്യമില്ല എന്ന വാക്ക് പറയുമ്പോൾ തന്നെ ഭാഗ്യം ഉണ്ടാവില്ല. നമ്മളെന്താണോ ഉച്ചരിക്കുന്നത് അത് പ്രപഞ്ചം പറയും തഥാസ്തു. നമ്മളെപ്പോഴും പോസിറ്റീവായിരിക്കുക, രാവിലെ എഴുന്നേറ്റ് നമ്മളെപ്പോഴും പോസിറ്റീവായിരിക്കാം, പോസിറ്റീവായ കാര്യങ്ങൾ പറയാം, പോസിറ്റീവായി കാര്യങ്ങളിലേക്ക് പോവുക. നമുക്ക് എന്തൊക്കെയാണോ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, എല്ലാവർക്കും ഓരോരോ കഴിവുകളുണ്ട്. ഒരു കഴിവില്ലാത്തവരും ഭൂമിയിലില്ല. ജനിക്കുമ്പോൾ തന്നെ പലർക്കും പല കഴിവുകളാണ്. ആ കഴിവ് നമ്മൾ ഉയർത്തണം, വളർത്തിയെടുക്കണം. ഇപ്പോൾ മാതാപിതാക്കൾ ശ്രമിക്കണം, ഇല്ലെങ്കിൽ സ്വയമായിട്ട് വളർത്തിയെടുക്കാമെന്നുണ്ടാകും. ആ വളർത്തിൽ കൂടി നമുക്ക് ഭാഗ്യം വരുന്നു. ഭാഗ്യം എന്ന് 2 അക്ഷരം വരുന്നത് പല രീതിയിലും വരാം. അതിന് പ്രത്യേക ഒരു നിഘണ്ടുവൊന്നുമില്ല, ഇന്ന ദിക്കിലേക്കൂടെ വരുള്ളൂ, ഇന്ന ദിക്കിടെ വരാവൂ, അങ്ങനെയൊന്നുമില്ല. അപ്പോൾ അതേപോലെ നമ്മളെപ്പോഴും മണി മാനേജ്മെൻറ്റ് അറിഞ്ഞിരിക്കണം.
പൈസ നമുക്കൊരാൾക്ക് പൈസ കൊടുക്കുകയാണ്, ഒരു എന്ത് സർവീസ് ആയാലും പൈസ കൊടുക്കണം. വെറുതെ ആരെങ്കിലും ചെയ്യാൻ പറ്റുമോ? പണ്ടത്തെ മാതിരി ഇത് മറ്റേ സിസ്റ്റമൊന്നുമില്ല, ബാർബർ സിസ്റ്റമൊന്നുമില്ല. അതായത് സാധനത്തിന് സാധനം അങ്ങനെയൊന്നുമില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും? പൈസ കൊടുക്കുമ്പോൾ ഒരാൾക്ക് 10 രൂപ കൊടുക്കുമ്പോൾ നീ 10 രൂപ കൊണ്ട് നന്നായിട്ടെ ഇത് 10 ഇരട്ടിയായിട്ട് എനിക്ക് വരട്ടെ എന്നാണ് പറഞ്ഞുകൊണ്ടേ നമ്മൾ കൊടുക്കാവൂ. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ആ കിട്ടുന്നവന് നല്ലതാണ്, നമുക്ക് നല്ലതാണ്. 2 കൂട്ടർക്ക് ഒരുപോലെ ഹാപ്പിയാവും. അപ്പം തന്നെ പ്രപഞ്ചം നമ്മളോട് പറയും നീ നന്നായി വരട്ടെ എന്ന് പറയും, ഇല്ലേ? അങ്ങനെ നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യണം. പിന്നെ അതേപോലെ തന്നെ കണക്കുകൾ എപ്പോഴും നമുക്ക് എപ്പോഴും പൈസയില്ല എന്ന് പറയും. ലക്ഷം കിട്ടിയാലും 1,01,000 രൂപ ചിലവാണെന്ന് പറയും. പലരും പറയാറുണ്ട് എന്നോട്. എന്ത് ചെയ്യണം? നമുക്ക് വരുമാനം 2 ബുക്ക് വയ്ക്കുക. വരവ് ചിലവ് എഴുതുക. ചിലർക്ക് ശമ്പളമാണെങ്കിൽ ശമ്പളം എഴുതുക. ചിലവ് ഡെയിലി ചിലവ് എഴുതി കണക്ക് കൂട്ടണം. വരവിനേക്കാൾ കൂടുതൽ ചിലവ് വരികയാണെങ്കിൽ എവിടെയാണോ സ്റ്റോപ്പ് ചെയ്യുന്നത് അപ്പം സ്റ്റോപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒരിക്കലും കടബാധ്യത വരില്ല. പിന്നെ അവിടെ കിട്ടും ലോൺ കിട്ടും, ഇവിടെ കിട്ടും ലോൺ കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ മൊബൈലൊക്കെ കാണാം ഈ ലോൺ, അതൊന്നും നമ്മൾ എടുക്കാതിരിക്കുക. അതൊക്കെ അന്യായ പലിശയാണത്. അത് വളരെ ശ്രദ്ധയോട് പോകണം. ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു, വീട് വയ്ക്കാൻ ലോൺ എടുത്തു, എല്ലാവരും എടുക്കുക. കാറ് വാങ്ങിക്കാൻ ലോൺ എടുത്തു. അപ്പോൾ അതൊക്കെ അടയ്ക്കാനുള്ള കാര്യങ്ങൾ ചൊവ്വാഴ്ചകളിൽ നമ്മുടെ പൈസ കിട്ടുന്നതെന്ന് കടം അടയ്ക്കാൻ നോക്കുക. അപ്പോൾ നമ്മുടെ കടം പെട്ടെന്ന് തീരും. ചൊവ്വാഹോരൊക്കെ ഉണ്ട്. അത് പറ്റിയിരുമ്പോൾ ചൊവ്വാഴ്ച അടച്ചാൽ മതി. ചൊവ്വാഴ്ചകളിൽ നമ്മൾ EMI ആയിട്ടോ ലോണായിട്ടോ ഇതിന് ചെറിയ തുക അടയ്ക്കുക, ഗോൾഡൊക്കെ വെച്ചത് അടയ്ക്കുക. അപ്പോൾ അങ്ങനെ നമ്മൾ അടച്ചു വരുമ്പോൾ നമ്മൾക്ക് ഒരു ബാധ്യതയായിട്ട് വരില്ല, അടഞ്ഞു വെക്കുള്ളൂ. പിന്നെ അമാവാസി ദിവസങ്ങളിൽ നമുക്ക് പണയപ്പാട് എടുപ്പിക്കാനും കടം വന്നത് മാറ്റാനായിട്ടൊരു മാർഗമുണ്ട്. അമാവാസി ദിവസങ്ങളിൽ പകൽ സമയത്ത് മഞ്ഞപ്പട്ടിൽ ഒരു പിടി കല്ലുപ്പ് വെച്ച് അതിനകത്ത് ഒരു കഷ്ണം വയമ്പ്, ഒരു കഷ്ണം മഞ്ഞൾ, ഒരു കോയിൻ വയ്ക്കുക. സ്വർണം വയ്ക്കാതില്ലെങ്കിൽ ഒരു പേപ്പറിൽ സ്വർണം എന്നെഴുതി, കറുപ്പ് വശം ഉപയോഗിക്കരുത്, പച്ചയോ നീരോ ഉപയോഗിക്കാം, എഴുതി വെച്ചിട്ട് അതിനെ കിഴികെട്ടി ഭഗവാനോട് പ്രാർത്ഥിച്ച് കുബേരനോട് പ്രാർത്ഥിച്ച് എൻ്റെ ബാധ്യത എനിക്ക് ധനം തരണം എന്ന് പ്രാർത്ഥിച്ച് മുൻവശത്ത് കെട്ടിയിടുക. അടുത്ത അമാവാസി വരുമ്പോൾ ഇതെടുത്ത് കോയിൻ നമ്മുടെ പരദേവതാ ക്ഷേത്രത്തിലിടുക, ബാക്കി വെള്ളത്തിൽ കളയുക. അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മുടെ കടബാധ്യത തീരും. പിന്നെ ചൊവ്വാഴ്ചകളിൽ കഴിയുന്നിടത്തോളം കടം വീട്ടാൻ നോക്കുക. അപ്പോൾ ചൊവ്വാഴ്ചകളിൽ കടം വീട്ടുമ്പോൾ നമുക്ക് ഈ ചൊവ്വ എന്ന് പറഞ്ഞാൽ സുബ്രഹ്മണ്യനും അതുപോലെ ഭൂമികാരകനുമാണ്, അങ്കാരകൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ആ അങ്കാരകൻ പ്രസാദിച്ചാൽ നമ്മുടെ കടബാധ്യത തീരും. ഇപ്പോൾ വീട് വയ്ക്കാൻ ആഗ്രഹമുണ്ട്, വീട് വയ്ക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അയ്യോ പറ്റൂല എന്ന് വിചാരിക്കരുത്, പറ്റണം. നമുക്ക് വലിയ വീട് അല്ലെങ്കിൽ ചെറിയ വീട്, നമുക്ക് എല്ലാവർക്കും വേണ്ടുന്ന ബേസിക് നീഡ്സാണ് ഒരു വീട്, ഭക്ഷണം, വസ്ത്രം. ഇത് 3 നമുക്ക് അത്യാവശ്യമാണ്. അപ്പോൾ വീട് വാടകയൊക്കെ കൊടുത്ത് കഴിയുമ്പോൾ ഒരുപാട് ആ വാടകയുടെ പൈസ കഴിഞ്ഞ് നമുക്ക് വീട് ലോൺ എടുത്ത് മാറ്റാം. അപ്പോൾ വീട് വയ്ക്കണമെന്ന് ആഗ്രഹമുള്ളവർ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ വെറ്റില ദീപം വെച്ച് മുരുകനെ പ്രാർത്ഥിക്കുക സന്ധ്യയ്ക്ക്. അപ്പോൾ മുരുകനെ പ്രാർത്ഥിക്കുമ്പോൾ അതുപോലെ സുബ്രഹ്മണ്യ സ്വാമി പഴനിയിലേക്ക് ഭഗവാനെ പ്രാർത്ഥിക്കാം, ഉറപ്പായിട്ടും വീടുണ്ടാവും. ശ്രമിക്കണം. വെറുതെ പ്രാർത്ഥിച്ചാൽ പോരാ, രാവിലെ വൈകുന്നേരം പ്രാർത്ഥിച്ചാൽ പോരാ. അതിനുള്ള മാർഗ്ഗങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ നോക്കിയിട്ട് വേണം. ലോണൊന്നും എല്ലാവർക്കും കിട്ടുമൊന്നുമില്ല. അപ്പോൾ അതിനനുസരിച്ച് എന്താണ് വേണ്ടതെന്ന് നോക്കിയിട്ട് വേണം മുന്നോട്ട് പോകാൻ. അപ്പോൾ അങ്ങനെ നമുക്ക് ഒരു ചെറിയ വീടെങ്കിലും നമുക്ക് സ്വായത്തമാക്കാം. പിന്നെ വീടിൽ നിന്ന് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യാതെ സ്വപ്നം കാണാം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ രാത്രി കിടക്കുമ്പോഴും നമ്മളെപ്പോഴും വീടിനെ പറ്റി ചിന്തിക്കുക. അതുണ്ടാവാനുള്ള മാർഗ്ഗങ്ങൾ സ്വരുക്കൂട്ടുക. ഇങ്ങനെയൊക്കെ ചെയ്ത് നമ്മൾ എന്തോ ഒരു ലക്ഷ്യമുണ്ടോ, ലക്ഷ്യമുണ്ടെങ്കിൽ നമ്മളവിടെ എത്തിയിരിക്കും. ലക്ഷ്യമാണ് വേണ്ടത്. അതുകൊണ്ട് ഭാഗ്യമില്ല എന്നല്ല, ഭാഗ്യത്തെ നമ്മൾ ഉണ്ടാക്കുന്നു. എങ്ങനെ? നിരന്തരമായ പ്രയത്നത്തിൽ കൂടിയും പ്രാർത്ഥന കൂടിയും. അപ്പോൾ ഓരോ പൈസയും നമ്മൾ വളരെ വിലയേറിയതാണ്, ലക്ഷ്മി ദേവിയാണെന്ന് കണക്കാക്കാം. അതുപോലെ ചിലരുടെ വീട്ടിൽ അടുക്കളയിലും അവിടെ ഇവിടെയൊക്കെ പൈസ വയ്ക്കാം. അങ്ങനെയൊന്നും വയ്ക്കാൻ പാടില്ല. പൈസ വയ്ക്കാനൊരു സ്ഥലമുണ്ട്, നിശ്ചിതമായ സ്ഥലമുണ്ട് നമുക്ക്. ആ സ്ഥലത്തേ വയ്ക്കാവൂ പൈസ. ആ പൈസ പച്ചപ്പട്ടിലൊക്കെ വയ്ക്കുക. പച്ച കളറ് കുബേരൻ്റെ കളറാണ്, അപ്പോൾ പച്ച പേഴ്സൊക്കെ ഉപയോഗിക്കാൻ നല്ലതായിരിക്കും. അപ്പോൾ പച്ച ഇല്ലാത്തൊരു മേടിക്കണമെന്നില്ല, കറുപ്പ് മേടിക്കരുത്. അപ്പോൾ പച്ച പേഴ്സിലൊക്കെ പൈസ വയ്ക്കുക, പച്ച ഇതിൽ വയ്ക്കുക, അതൊക്കെ വളരെ നല്ലതാണ്. അതുപോലെ പൈസ എപ്പോഴും നമ്മൾ വളരെയധികം ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യണം. ലക്ഷ്മി ദേവിയാണത് എന്ന് ചിന്തിച്ച് വേണം കഴിയാൻ. പൈസ ചിലരുടെ പേഴ്സ് കുരുട്ടി അങ്ങനെ വയ്ക്കാൻ പാടില്ല. പൈസ എപ്പോഴും വലിയ നോട്ട്, ചെറിയ നോട്ട് അങ്ങനെ വെച്ച് ആ കാണുമ്പോൾ തന്നെ നമുക്ക് ഐശ്വര്യം വരും. ആ പേഴ്സിനകത്ത് ഒരു പച്ചക്കർപ്പൂരവും 2 ഏലക്കായും ഗ്രാമ്പും ഒക്കെ ഒരു പച്ച തുണിയിൽ കുഴി കെട്ടി വയ്ക്കുകയാണെങ്കിലും അതും നല്ലതാണ്. സുഗന്ധമാണ് വരുന്നത്, സുഗന്ധപൂരിതമാണ്. ഇപ്പം ഏലക്കായ അതുപോലെ തന്നെ പച്ചക്കർപ്പൂരം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ നമുക്ക് ഐശ്വര്യം ഉണ്ടാക്കുന്നതാണ്. ഉപ്പൊന്നും വയ്ക്കരുത് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് സംഭവിക്കുന്നു? നമുക്ക് ധനത്തിന് പുഷ്ടിമ വരുന്നു, മാർഗ്ഗങ്ങൾ തെളിയുന്നു. നമ്മുടെ മുൻപിൽ മാർഗ്ഗങ്ങൾ തെളിയാണ്, അപ്പോൾ ഭാഗ്യം തെളിയാണ്. അപ്പോൾ അങ്ങനെ പറയൂലേ, മാർവാടികളൊക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നതല്ല, അത് മാർവാടികൾക്ക് ചെയ്യുന്നതാണ്.
അവരെപ്പോഴും പണത്തെ സ്നേഹിക്കും. പൈസ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ലക്ഷ്മി കണ്ണിൽ വെച്ച് പ്രാർത്ഥിച്ചെടുക്കരുത് അല്ലേ. നമുക്ക് കൊറോണ സമയത്ത് പറ്റില്ല എങ്കിലും നമുക്ക് പൈസ കൈ കിട്ടിയാൽ ലക്ഷ്മി ദേവി നന്ദി നന്ദി, എനിക്കിത് കൈ കിട്ടിയത് 1 രൂപ കിട്ടിയാലും 1000 രൂപ കിട്ടിയാലും 10 രൂപ കിട്ടിയാലും നന്ദി, താങ്ക് യു എന്ന് പറഞ്ഞിട്ട് വേണം ഈ പൈസ എടുത്ത് മാറ്റി വയ്ക്കാം. അങ്ങനെ നമ്മൾ നിരന്തരം ചെയ്തു വരുമ്പോൾ നമുക്ക് ധനത്തിന് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. പിന്നെ നമുക്ക് ഭാഗ്യത്തിന് നമുക്കിപ്പോൾ ചിട്ടി കിട്ടണം എന്നൊക്കെ പറയുകയാണെങ്കിൽ ഒരു ഗ്ലാസ് ബോട്ടിലിൽ ഒരു 3/4 ഭാഗം വെള്ളം എടുക്കുക, ഒരു 3 സ്പൂൺ കല്ലുപ്പ്, ഓരോ സ്പൂൺ കല്ലുപ്പിടും നമ്മുടെ ആഗ്രഹം എന്താണെന്ന് പറഞ്ഞിട്ട് ഇടുക. എന്നിട്ട് ഒരു ചെറിയ പീസ് പേപ്പറിൽ നമ്മുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത് എഴുതുക, നമ്മുടെ ആഗ്രഹം എഴുതുക, പച്ച മഷി ജെൽ പെന്നും കൊണ്ട് എഴുതണം. ഇതിന് ശേഷം മടക്കി അതിലിട്ട് വയ്ക്കുക. 3 ദിവസം തുടർച്ചയായിട്ട് ഇടുക. എന്താഗ്രഹമായാലും അത് 4ാമത്തെ ദിവസത്തെങ്കിലും ഇട്ട് വയ്ക്കുക. അത് നടക്കാറുണ്ട്, നടന്നിരിക്കുക. അത് ചെയ്യുമ്പോൾ നമ്മൾ നടക്കുമോ സംശയമൊന്നും നടക്കില്ല. പൂർണ്ണ വിശ്വാസമാണ്. ഇപ്പം അമ്മയുടെ കൈ പിടിച്ച് നമ്മൾ നടക്കുമ്പോൾ നമുക്ക് എത്രത്തോളം വിശ്വാസമുണ്ട് അതുപോലെ വിശ്വാസത്തോടെ ചെയ്താൽ ഇതെല്ലാം നടന്നിരിക്കും. അതാണ് ഭാഗ്യമല്ലാതെ ആരും കാശ് കൊടുത്ത് മേടിക്കുന്നതോ ഭാഗ്യം ഓടി വരുന്നതൊന്നുമല്ല. ഭാഗ്യം ജാതകത്തെ പോലും മാറ്റാൻ പ്രാർത്ഥന കൊണ്ട് സാധിക്കും. നിരന്തരമായൊരു ഭഗവാനെ പ്രാർത്ഥിച്ചാൽ നടക്കാത്ത കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ ലളിതാംബികയുടെ ലെഫ്റ്റനൻറ്റ് കമാൻഡറാണ് വാരാഹി ദേവി. രാത്രി കാലങ്ങളിൽ 8 മണിക്ക് ശേഷം വാരാഹിയമ്മയെ പ്രാർത്ഥിക്കാം. വലിയ മന്ത്രം ചെല്ലരുത്. ഓം ഹ്രീം യോഗിനി യോഗഭയങ്കരി വാരാഹേ നമ, അതൊരു 108 പ്രാവശ്യം ജപിച്ച് അത് വടക്കോട്ടോ കിഴക്കോട്ടോ തിരിഞ്ഞ് പ്രാർത്ഥിച്ച് നമ്മുടെ കാര്യം പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് നടക്കും. ഉറപ്പുള്ള കാര്യങ്ങളാണ്, എനിക്കനുഭവമുണ്ട് ഇതൊക്കെ. അപ്പോൾ അങ്ങനെ നമ്മൾ പിന്നെ പഞ്ചമിക്ക് വാരാഹി പൂജ ചെയ്യാം. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ എന്തായാലും ലക്ഷ്മി പൂജ ചെയ്യുക, ഉപ്പ് ദീപം കത്തിക്കുക, നെയ്വിളക്ക് കത്തിക്കുക, എന്നിട്ട് പ്രാർത്ഥിക്കുക, ദേവിയോട് പ്രാർത്ഥിക്കുക. പിന്നെ അതുപോലെ ഞായറാഴ്ച തിങ്കളാഴ്ച 1-ാം തീയതി ഈ ദിവസങ്ങളിൽ, ഞായർ തിങ്കൾ 1 ഈ ദിവസങ്ങളിൽ നെയ്വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കണം. 5 തിരിയിട്ട് നെയ്വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കണം. ഞായറാഴ്ച എന്ന് പറഞ്ഞാൽ സൂര്യഭഗവാന്റെ ദിവസമാണ്, ആദ്യത്തെ ദിവസമാണ്. തിങ്കളാഴ്ച എന്ന് പറഞ്ഞാൽ ശിവൻ മഹാദേവൻ. അപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ, അതുപോലെ വെള്ളിയാഴ്ച ഈ ദിവസങ്ങളിൽ നെയ്യ് ഒഴിച്ച് വിളക്ക് കത്തിച്ചാൽ ഐശ്വര്യം ഉണ്ടാവും. ഇത് 100% ഉറപ്പുള്ള കാര്യങ്ങളാണ്. ഭാഗ്യം വരുന്ന വഴികളാണ് ഇത് പറഞ്ഞതൊക്കെ.